ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആവണമെങ്കിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അതിനെന്തായിരിക്കും കാരണം? ഇംഗ്ലീഷ് സംസാരിച്ചാൽ തെറ്റുവോ, അങ്ങനെ തെറ്റിയാൽ കേൾക്കുന്നവർ എന്ത് വിചാരിക്കും എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ഞാൻ പറയാം. കുട്ടികളോട് ഇംഗ്ലീഷിൽ സംസാരിക്കുക. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ. പല തരത്തിലുള്ള പ്രായത്തിൽ വരുന്ന കുട്ടികളോടൊക്കെ സംസാരിക്കാൻ പറ്റുന്ന കുറേ സെന്റൻസസ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടെ കുട്ടികളില്ലെങ്കിലും പ്രശ്നമില്ല. നമ്മൾ ഇന്ന് കാണുന്ന ഈ സിറ്റുവേഷൻസ് എല്ലാം മനസ്സിൽ സങ്കല്പിച്ച് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണൂ. എന്നിട്ട് അവസാനം ഞാൻ ഈ സെന്റൻസസ് എല്ലാം മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ ഇംഗ്ലീഷിൽ തനിയെ ഒന്ന് പറഞ്ഞു നോക്കൂ. കിട്ടുന്നില്ലെങ്കിൽ ആദ്യം വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടല്ലോ, അത് നോക്കി വീണ്ടും ഒന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും 4 സിറ്റുവേഷൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന്, ഒരു ബർത്ത്ഡേ ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറെ കോൺവെർസേഷൻസ്. പിന്നൊന്ന്, സ്കൂളിൽ പോകുന്നതിന് മുൻപുള്ള കുറെ വർത്തമാനങ്ങള്. പിന്നെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുട്ടികളോട് സംസാരിക്കാറുള്ള കാര്യങ്ങള്. പിന്നെ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളോട് സാധാരണ വീട്ടില് പേരൻസ് പറയാറുള്ള കാര്യങ്ങള്. അപ്പൊ നമുക്ക് ആദ്യം ഈ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഡയലോഗ്സ് നോക്കാം. അപ്പൊ ഇത് ഒരു ചെറിയ കുട്ടിയോടാണ് കേട്ടോ സംസാരിക്കുന്നത്. അമ്മ പറയാണ്, നാളെ നിന്റെ പിറന്നാളാണ്, നിന്റെ ബർത്ത്ഡേ ആണ്. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? നമുക്ക് ഒന്നില്ലെങ്കിൽ പറയാം ടുമോറോ ഇസ് യുവർ ബർത്ത്ഡേ. ടുമോറോ ഇസ് യുവർ ബർത്ത്ഡേ, അതായത് നാളെ നിന്റെ ബർത്ത്ഡേ ആണ്, അതാണ് പറഞ്ഞത്. ടുമോറോ ഇസ് യുവർ ബർത്ത്ഡേ. അല്ലെങ്കിൽ പറയാം ഇറ്റ്സ് യുവർ ബർത്ത്ഡേ ടുമോറോ. അങ്ങനെയും പറയാം. അപ്പൊ രണ്ടും ഒരേ അർത്ഥമാണ്. ഒന്നില്ലെങ്കിൽ ടുമോറോ ഇസ് യുവർ ബർത്ത്ഡേ, അല്ലെങ്കിൽ ഇറ്റ്സ് യുവർ ബർത്ത്ഡേ ടുമോറോ. മനസ്സിലായോ? അതൊന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കൂ. ടുമോറോ ഇസ് യുവർ ബർത്ത്ഡേ, അല്ലെങ്കിൽ ഇറ്റ്സ് യുവർ ബർത്ത്ഡേ ടുമോറോ. ഇനി അടുത്ത ആഴ്ചയാണെന്ന് പറയണമെങ്കിലോ ഇറ്റ്സ് യുവർ ബർത്ത്ഡേ നെക്സ്റ്റ് വീക്ക്. അത് മനസ്സിലായല്ലോ? എന്നിട്ട് അമ്മ പറയാണ്, നാളെ നിനക്ക് 5 വയസ്സ് തികയും. അപ്പൊ ചിലപ്പോ നമ്മള് അങ്ങനെ 5 വയസ്സ് തികയും എന്ന് പറയും, അല്ലെങ്കിൽ 5 വയസ്സാകും എന്ന് പറയും, അല്ലെ? അതേപോലെ നമുക്ക് ഇംഗ്ലീഷിലും അത് പലതരത്തിൽ പറയാം. ഒന്നില്ലെങ്കിൽ യു വിൽ ബി 5 എന്ന് പറയാം, 5 വയസ്സാകും. അല്ലെങ്കിൽ യു വിൽ ടേൺ 5 എന്ന് പറയാം. അപ്പൊ ഈ പ്രായത്തിന്റെ കാര്യത്തെ കുറിച്ച് പറയാൻ നമ്മളെപ്പോഴും ടേൺ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ടേൺ എന്ന് വെച്ചാൽ തിരിയുക എന്നല്ല, ആ പ്രായമാകും, അത് തികയും എന്നുള്ള അർത്ഥത്തിലാണ് ടേൺ വരുന്നത്. ഇവിടെ എന്ത് പറയും? യു വിൽ ടേൺ 5 ടുമോറോ. യു വിൽ ടേൺ 5 ടുമോറോ. അവിടെ ആ യു വിൽ എന്ന് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ പറയില്ലല്ലോ, യു വിൽ എന്ന് പറഞ്ഞാൽ മതി. യു വിൽ ടേൺ 5 ടുമോറോ, അല്ലെങ്കിൽ യു വിൽ ബി 5 ടുമോറോ. അവിടെ നിനക്ക് നാളെ 5 വയസ്സാകും എന്നാണ് അർത്ഥം. യു വിൽ ബി 5 ടുമോറോ. ഇനി ഈ ബർത്ത്ഡേ അടുത്ത് വരുമ്പോൾ നമ്മളെല്ലാവരും കുട്ടികളോട് ചോദിക്കാറുള്ള ഒരു പതിവ് ചോദ്യമുണ്ട്, നിനക്ക് ബർത്ത്ഡേക്ക് എന്താണ് വേണ്ടത് എന്ന്. അപ്പൊ എന്ത് എന്നുള്ളതിന് വാട്ട് എന്നാണ് ചോദിക്കേണ്ടത്. അപ്പൊ ചോദ്യം എങ്ങനെ വരും? വാട്ട് ഡു യു വാണ്ട് ഫോർ യുവർ ബർത്ത്ഡേ? ഫോർ യുവർ ബർത്ത്ഡേ എന്നാണ് പറയുന്നത്, നിന്റെ ബർത്ത്ഡേക്ക്. അതാണ് ഫോർ യുവർ ബർത്ത്ഡേ. പക്ഷെ അത് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, വാട്ട് ഡു യു വാണ്ട് ഫോർ യുവർ ബർത്ത്ഡേ? വാട്ട് ഡു യു വാണ്ട് ഫോർ യുവർ ബർത്ത്ഡേ? ഫോർ യുവർ ബർത്ത്ഡേ, ഫോർ യുവർ ബർത്ത്ഡേ ആണ് അങ്ങനെ എളുപ്പത്തിൽ നമ്മൾ ഫോർ യുവർ ബർത്ത്ഡേ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന് നമ്മൾ തന്നെ അത് കഴിഞ്ഞിട്ട് പറയാണ്, നിന്റെ ബർത്ത്ഡേക്ക് നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഒരു പാർട്ടി കൊടുക്കാം എന്ന്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുക്കാൻ പോവാണ്. അപ്പൊ അവിടെ നമുക്ക് പറയാവുന്നത് വിൽ ത്രോ എ പാർട്ടി ഫോർ യുവർ ഫ്രണ്ട്സ്. വി വിൽ ത്രോ എ പാർട്ടി ഫോർ യുവർ ഫ്രണ്ട്സ്. അപ്പൊ അവിടെ ഈ പാർട്ടി കൊടുക്കുക എന്നുള്ളതിന് വേണമെങ്കിൽ ത്രോ എ പാർട്ടി എന്ന് പറയാം, അല്ലെങ്കിൽ ടു ഗിവ് എ പാർട്ടി എന്ന് പറയാം. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് വിൽ, അതായത് വി വിൽ ത്രോ എ പാർട്ടി ഫോർ യുവർ ഫ്രണ്ട്സ്. ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഒരു പാർട്ടി കൊടുക്കാം. പറഞ്ഞു നോക്കുന്നൂടെ, വിൽ ത്രോ എ പാർട്ടി ഫോർ യുവർ ഫ്രണ്ട്സ്. എന്നിട്ട് നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, നിനക്ക് ആരെയാണ് പാർട്ടിക്ക് ക്ഷണിക്കേണ്ടത്? അതായത് പാർട്ടിയിലേക്ക് ആരെയാണ് ക്ഷണിക്കേണ്ടതെന്ന്. അപ്പൊ ക്ഷണിക്കുക എന്നുള്ളതിന് ടു ഇൻവൈറ്റ് എന്ന് പറയാം, ടു ഇൻവൈറ്റ്. അപ്പൊ ആ ചോദ്യം എങ്ങനെ വരും? ആരെയാണ് എന്നാണ് ചോദ്യം തുടങ്ങിയത്. ഇവിടെ നമ്മൾ ചോദിക്കുന്നത് ഹൂ ഡു യു വാണ്ട് ടു ഇൻവൈറ്റ് ടു ദ പാർട്ടി എന്നാണ്. ഹൂ ഡു യു വാണ്ട് ടു ഇൻവൈറ്റ് ടു ദ പാർട്ടി. അപ്പൊ അവിടെ നിങ്ങൾ ചിന്തിച്ചേക്കാം, ആരാണ് എന്നല്ലല്ലോ, ആരെയാണ് എന്നല്ലേ ചോദിച്ചത്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഹും ആണ് വരേണ്ടത്. ഗ്രാമാറ്റിക്കലി പെർഫെക്റ്റ് ആയിട്ട് പറയുമ്പോൾ ഹും ആണ് വരേണ്ടത്. പക്ഷെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷില് ഇപ്പൊ വളരെ ഇൻഫോർമൽ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഹും എന്നൊന്നും യൂസ് ചെയ്യില്ല, ഹൂ തന്നെ പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഇവിടെ ഹൂ വെച്ച് തുടങ്ങിയത് ഞാൻ. എങ്ങനെയാ പറഞ്ഞത്? ഹൂ ഡു യു വാണ്ട് ടു ഇൻവൈറ്റ് ടു ദ പാർട്ടി? ഹൂ
ഹൂ ഡു യു വാണ്ട് ടു ഇൻവൈറ്റ് ടു ദ പാർട്ടി? ഹും അല്ല കേട്ടോ, ഹൂ തന്നെയാണ് യൂസ് ചെയ്തത്. അത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കൂ. മനസ്സിലായല്ലോ? അത് കഴിഞ്ഞ് നമ്മൾ പറയാണ്, നോക്കൂ ഞാൻ നിനക്ക് വേണ്ടി ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായോ? നോക്കൂ ഞാൻ നിനക്ക് വേണ്ടി ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ എങ്ങനെയാ പറയാ? നമ്മൾ ഇതിനു മുൻപ് പല എപ്പിസോഡ്സ് കഴിഞ്ഞല്ലോ, അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഇതുപോലെയുള്ള സെന്റൻസസ് കണ്ടിട്ടുണ്ട്. ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയണം. അവിടെ നമ്മൾ ഹാവ് യൂസ് ചെയ്യണം. ഹാവ് മെയ്ഡ് എന്ന് പറയണം. പിന്നെ എങ്ങനെ പറയും? ലുക്ക് I've made a chocolate cake for you. I've made എന്ന് വെച്ചാൽ I have made a chocolate cake for you. നിനക്ക് വേണ്ടി, അതാണ് for you കേട്ടോ. അപ്പൊ നോക്കൂ എന്ന് പറയാൻ നമ്മൾ ലുക്ക് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ലുക്ക് I've made a chocolate cake for you. ഞാനൊരു കേക്ക് ഉണ്ടാക്കി എന്ന് മാത്രം പറയണമെങ്കിൽ I made a chocolate cake for you എന്ന് പറയാം. ഇതിപ്പോ ഇവിടെ ഐ മെയ്ഡ് എന്നോ ഐ ഹവ് മെയ്ഡ് എന്നോ എങ്ങനെ പറഞ്ഞാലും നമ്മൾ സാധാരണ ഇൻഫോർമൽ ആയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. എങ്കിലും ഈ അർത്ഥമാണ് നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടതെങ്കിൽ അവിടെ കൃത്യമായിട്ട് പറയേണ്ടത് ഇതാണെന്ന് ഞാൻ പറഞ്ഞാണ്. മനസ്സിലായോ? അപ്പൊ അവിടെ ഐ ഹവ് മെയ്ഡ് എന്ന് പറയാം. ഐ ഹവ് മെയ്ഡ് എ ചോക്ലേറ്റ് കേക്ക് ഫോർ യു. അപ്പൊ ഇത് കൊച്ചു കുട്ടികളല്ലേ, ചിലപ്പോ ഇത് കേൾക്കുമ്പോൾ അവർ പറഞ്ഞേക്കാം എനിക്കത് ഇപ്പൊ തന്നെ വേണം, എനിക്കത് ഇപ്പൊ തന്നെ കഴിക്കണം എന്നൊക്കെ. അപ്പൊ അതിന് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ? ഇത് അവര് പറയുന്ന കാര്യമാണ്, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അത് ഐ വോണ്ട് ടു ഈറ്റ് ഇറ്റ് നൗ എന്ന് പറയണോ? നമ്മൾ മലയാളത്തിൽ പറയാ എനിക്കത് ഇപ്പൊ തന്നെ കഴിക്കണം എന്നായിരിക്കാം ചിലപ്പോ. പക്ഷെ ഐ വോണ്ട് ടു ട്രൈ സം നൗ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. അതായത് കുറച്ച് കഴിച്ച് നോക്കട്ടെ, എനിക്ക് കുറച്ച് വേണം എന്നുള്ളതിന് ഐ വോണ്ട് ടു ട്രൈ സം നൗ എന്ന് പറയാം. സം എന്ന് വെച്ചാൽ കുറച്ച് കേക്ക്, കുറച്ച് ഞാൻ കഴിച്ചോട്ടെ എന്ന്. ഐ വോണ്ട് ടു ട്രൈ സം നൗ. മനസ്സിലായല്ലോ? അവിടെ ട്രൈ എന്നുള്ള വാക്ക് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും പറയുക? പക്ഷെ അതിന് നീ നാളെ വരെ ക്ഷമിക്കേണ്ടി വരും, കാത്തിരിക്കേണ്ടി വരും എന്ന് പറയും അല്ലെ? അപ്പൊ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ക്ഷമിച്ച് കാത്തിരിക്കുക എന്നുള്ളതിന് ടു വെയിറ്റ് എന്ന് നമുക്ക് പറയാം. ആ വാക്ക് യൂസ് ചെയ്യാം. ഇവിടെ എന്ത് പറയും? ബട്ട് യു വിൽ ഹാവ് ടു വെയിറ്റ് ടിൽ ടുമോറോ. നാളെ വരെ, അതിനാണ് ടിൽ ടുമോറോ എന്ന് പറഞ്ഞത്. പിന്നെ കാത്തിരിക്കേണ്ടി വരും എന്നല്ലേ പറഞ്ഞത്? ഫ്യൂച്ചറിലെ കാര്യമായതുകൊണ്ടാണ് കാത്തിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ യു വിൽ ഹാവ് ടു എന്ന് പറഞ്ഞത്. പക്ഷെ അത് പറയുമ്പോൾ യുൽ ഹാവ് ടു വെയിറ്റ് ടിൽ ടുമോറോ എന്നേ പറയുള്ളൂ. യു വിൽ ഹാവ് ടു എന്നൊന്നും പറയണ്ട, യുൽ ഹാവ് ടു വെയിറ്റ് ടിൽ ടുമോറോ. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ ശാഠ്യം പിടിക്കും, എനിക്കത് ഇപ്പൊ തന്നെ വേണം എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് പറയും? നാളെ നീ പാർട്ടിയിൽ വെച്ച് ഈ കേക്ക് ഒക്കെ കട്ട് ചെയ്ത് കാൻഡിൽസ്, മെഴുകുതിരിയൊക്കെ ഊതിക്കെടുത്താൻ പോവാണ് എന്ന് പറയും അല്ലെ? അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? നാളെ നീ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്, അതിന് യു ആർ ഗോയിങ് ടു കട്ട് ഇറ്റ് എന്ന് പറയാം. യു ആർ ഗോയിങ് ടു കട്ട് ദ കേക്ക് എന്ന് മാത്രമല്ല, ഈ മെഴുകുതിരി ഊതിക്കെടുത്തുക എന്നുള്ളതിന് ടു ബ്ലോ ദ കാൻഡിൽസ് എന്ന് പറയും. ഇവിടെ എന്താ പറയാ? ആൻഡ് യു ആർ ഗോയിങ് ടു ബ്ലോ ദ കാൻഡിൽസ് അറ്റ് ദ പാർട്ടി. പാർട്ടിയിൽ വെച്ച്, ആ ഒരു ലൊക്കേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ സ്ഥലത്ത് വെച്ചാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. ഇവിടെ വെച്ച്, എവിടെ വെച്ച്? പാർട്ടിയിൽ വെച്ച്. അവിടെ ഇൻ ദ പാർട്ടി എന്നല്ല, അറ്റ് ദ പാർട്ടി എന്നാണ് പറയുക. കാരണം അതൊരു ഈവന്റ് അല്ലേ, ഒരു കാര്യം നടക്കുകയല്ലേ. അപ്പൊ അവിടെ വെച്ച് അത് ചെയ്യുക എന്നുള്ളൊരു കാര്യം പറയാനാണ് നമ്മൾ അറ്റ് ദ പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ സെന്റൻസ് എങ്ങനെയാ വന്നത്? യു ആർ ഗോയിങ് ടു കട്ട് ഇറ്റ് ആൻഡ് ബ്ലോ ദ കാൻഡിൽസ് അറ്റ് ദ പാർട്ടി. ഇതെല്ലാം നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം അവസാനം ഇതെല്ലാം തനിയെ ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാൻ. ഇനി നമ്മൾ അടുത്ത സീനിലേക്ക് കടക്കുക കേട്ടോ. ഈ രാവിലെ സമയത്ത് കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുൻപ് അവരും പേരൻസും ഒക്കെ തമ്മിൽ ഒരുപാട് കോൺവെർസേഷൻസ് ഉണ്ടാവും അല്ലെ വീടുകളിൽ. പക്ഷെ നമ്മളിപ്പോ കാണാൻ പോകുന്ന അതല്ല, അത് നമുക്ക് നോക്കാം. പക്ഷെ അതിനു മുൻപ് ഇവര് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പേരൻസ് അവരോട് ചോദിക്കില്ലേ? അതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കാൻ നോക്കാം. അപ്പൊ ആദ്യം ചോദിക്കുന്നത് ഇന്ന് നീ സ്കൂളിൽ എന്താ ചെയ്തത് എന്നായിരിക്കും അല്ലെ? അപ്പൊ കുട്ടി സ്കൂളിൽ അന്നത്തെ ദിവസം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ ചോദ്യം നമ്മൾ പാസ്റ്റ് ടെൻസിലാണല്ലോ ചോദിക്കേണ്ടത്. ഇന്ന് നീ സ്കൂളിൽ എന്ത് ചെയ്തു എന്നല്ലേ ചോദ്യം. അതെങ്ങനെ ചോദിക്കും? വാട്ട് ഡിഡ് യു ഡു അറ്റ് സ്കൂൾ ടുഡേ? വാട്ട് ഡിഡ് യു ഡു അറ്റ് സ്കൂൾ ടുഡേ എന്നാണ് ചോദ്യം. അവിടെ ഇൻ സ്കൂളിനല്ല ചോദിക്കുന്നത്, അറ്റ് സ്കൂളിനാണ്. അതായത് സ്കൂളിൽ, ആ ലൊക്കേഷനിലായിരുന്നല്ലോ കുട്ടി, അവിടെ ആയിരുന്നല്ലോ, അവിടെ കുട്ടി ഇന്ന് എന്ത് ചെയ്തു എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. വാട്ട് ഡിഡ് യു ഡു അറ്റ് സ്കൂൾ ടുഡേ? അത് കഴിഞ്ഞ് നമ്മൾ ചോദിക്കുകയാണ് നീ വേറെ എന്ത് ചെയ്തു? വേറെ എന്ത് എന്നുള്ളതിന് നമുക്ക് വാട്ട് എൽസ് എന്ന് ചോദിക്കാം. വാട്ട് എൽസ്, വാട്ട് എൽസ്. അപ്പൊ നീ വേറെ എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ വാട്ട് എൽസ് ഡിഡ് യു ഡു? ചെയ്തു എന്നല്ലേ, അപ്പൊ അവിടെ ഡു ആണ് വരേണ്ടത്. പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഡിഡ് യു ഡു. വാട്ട് എൽസ് ഡിഡ് യു ഡു? നീ വേറെ എന്ത് എഴുതി എന്നായിരുന്നെങ്കിലോ?
വാട്ട് എൽസ് ഡിഡ് യു റൈറ്റ്? നീ വേറെ എന്താ പറഞ്ഞേ? വാട്ട് എൽസ് ഡിഡ് യു സേ? ആ ക്വസ്റ്റ്യന്റെ പാറ്റേൺ മനസ്സിലായോ? ഇവിടെ വാട്ട് എൽസ് ഡിഡ് യു ഡു, അല്ലെങ്കിൽ വാട്ട് എൽസ് ഡിഡ് യു റൈറ്റ്, വാട്ട് എൽസ് ഡിഡ് യു സീ, ഇങ്ങനെയൊക്കെയാണ് ചോദ്യം വരിക. അപ്പൊ ഇതൊരു കൊച്ചു കുട്ടിയോടാണ് നമ്മൾ ചോദിക്കുന്നതെന്ന് സങ്കല്പിക്കൂ. അപ്പൊ ചെറിയ കുട്ടികളോടാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ കളിച്ചതിനെ പറ്റിയും ചോദിക്കുമല്ലോ, അതിനെക്കുറിച്ചായിരിക്കും കൂടുതൽ ചോദിക്കുക അല്ലെ. അപ്പൊ നമുക്ക് ചോദിക്കണം, നീ ഇന്ന് ഊഞ്ഞാൽ ആടിയോ എന്ന്. അപ്പൊ ഊഞ്ഞാലിന് നമ്മൾ സ്വിംഗ് എന്നാണ് പറയുക. ഊഞ്ഞാൽ ആടുക എന്നുള്ളതിന് ടു പ്ലേ ഓൺ ദ സ്വിംഗ് എന്ന് പറയാം. അപ്പോ ഈ സ്വിംഗ് എന്നുള്ള വാക്ക് വേണമെങ്കിൽ വേർബായിട്ട് ആടുക എന്നുള്ളതിനും സ്വിംഗ് പറയാം. പക്ഷെ ഊഞ്ഞാൽ ആടുക, ഊഞ്ഞാലിൽ കളിക്കുക എന്നുള്ളതിന് ടു പ്ലേ ഓൺ ദ സ്വിംഗ് എന്ന് പറയാം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ എങ്ങനെയാ ചോദ്യം വരിക? നീ ഇന്ന് ഊഞ്ഞാൽ ആടിയോ? പാസ്റ്റ് ടെൻസ് തന്നെയാണല്ലോ. അപ്പൊ ഡിഡ് യു പ്ലേ ഓൺ ദ സ്വിംഗ്? അപ്പൊ അതിന് യെസ് അല്ലെങ്കിൽ നോ എന്ന് ഉത്തരം വരും. ഡിഡ് യു പ്ലേ ഓൺ ദ സ്വിംഗ്? മനസ്സിലായല്ലോ? ഊഞ്ഞാൽ ആടിയോ എന്നാണ് കേട്ടോ ചോദ്യം. അപ്പൊ സ്വിങ്ങിന് ഊഞ്ഞാൽ എന്നാണ് അർത്ഥം. ചിലപ്പോ കുട്ടികൾ സ്ലൈഡിൽ കളിക്കില്ലേ, അതിനാണെങ്കിലും ചോദിക്കുക ഡിഡ് യു പ്ലേ ഓൺ ദ സ്ലൈഡ് എന്നായിരിക്കും. മനസ്സിലായോ? ഡിഡ് യു പ്ലേ ഓൺ ദ സ്ലൈഡ്? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ പ്ലേ ചേർത്ത് പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ ചോദിക്കുന്നത്, ആരാണ് നിന്നെ ഊഞ്ഞാൽ ആട്ടിയത്? അതായത് ഊഞ്ഞാലിൽ കളിക്കണമെങ്കിൽ അതിൽ ഇരുന്നിട്ട് ആരെങ്കിലും ആട്ടി കൊടുക്കുക വേണമല്ലോ, അത് ആരാന്നാണ് ചോദിക്കുന്നത്. അവിടെ നമുക്ക് ടു പുഷ് എന്ന വേർബ് യൂസ് ചെയ്യാം. അപ്പൊ ചോദ്യം എങ്ങനെ വരും? ഹൂ പുഷ്ഡ് യു ഓൺ ദ സ്വിംഗ്? ഹൂ പുഷ്ഡ് യു ഓൺ ദ സ്വിംഗ്? ഊഞ്ഞാലിൽ ഇരുത്തി ആരാണ് പുഷ് ചെയ്ത് തന്നത്? ഹൂ പുഷ്ഡ് യു. ഈ ഹൂ എന്ന വാക്ക് യൂസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഡിഡ് പിന്നെ ചേർക്കണ്ട. ഹൂ ഡിഡ് പുഷ് എന്ന് പറയില്ല, ഹൂ പുഷ്ഡ് യു. ഹൂ പുഷ്ഡ് യു ഓൺ ദ സ്വിംഗ്? മനസ്സിലായോ ചോദ്യം? അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, കുട്ടിയുടെ മുട്ടുകാലിൽ എന്തോ ഉണ്ട്, എന്തോ പറ്റിയിട്ടുണ്ട്, പൊട്ടിയതുപോലെ. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, അതെന്താ നിന്റെ മുട്ടുകാലില്? മുട്ടുകാലില് നമ്മൾ നീ എന്നാണ് പറയുക. അവിടെ ആ കെ സൈലന്റ് ആണ്, നീ എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ, കെ ഉച്ചരിക്കണ്ട. അപ്പൊ ആ ചോദ്യം എങ്ങനെയാ ചോദിക്കുക? വാട്ട്സ് ദാറ്റ് ഓൺ യുവർ നീ? നിന്റെ മുട്ടുകാലിൽ എന്താ? വാട്ട്സ് ദാറ്റ് ഓൺ യുവർ നീ? മനസ്സിലായല്ലോ ചോദ്യം? എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ്, നീ കളിച്ചുകൊണ്ടിരിക്കുമ്പോ വീണതാണോ? അങ്ങനെ വീണോ എന്ന്. ഇതും പാസ്റ്റ് ടെൻസിലാണ് ചോദ്യം അല്ലെ. അപ്പൊ അവിടെയും യെസ് അല്ലെങ്കിൽ നോ, ആ വീണു അല്ലെങ്കിൽ വീണില്ല എന്നായിരിക്കുമല്ലോ ഉത്തരം വരുന്നത്. അതുകൊണ്ട് ആ ചോദ്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഡിഡ് യു ഫോൾ ഡൗൺ വൈൽ പ്ലേയിങ്? ഡിഡ് യു ഫോൾ ഡൗൺ വൈൽ പ്ലേയിങ്? അതായത് കളിച്ചുകൊണ്ടിരിക്കുമ്പോ, വൈൽ പ്ലേയിങ് നീ വീണോ? ഡിഡ് യു ഫോൾ ഡൗൺ എന്നാണ് ചോദ്യം. ഡിഡ് യു ഫോൾ ഡൗൺ വൈൽ പ്ലേയിങ്? ആ ചോദ്യത്തിന്റെ പാറ്റേൺ എങ്ങനെയാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഡിഡ് യു ഫോൾ ഡൗൺ വൈൽ പ്ലേയിങ്? പറഞ്ഞു നോക്കൂട്ടോ അത്. അപ്പൊ ഇത് കേട്ടപ്പോ കുട്ടി പറയാണ്, അല്ല ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോ തട്ടി വീണതാണ് എന്ന്. അപ്പൊ അതെങ്ങനെ പറയും? ഈ എവിടെയെങ്കിലും വീഴുക എന്നുള്ളതിന് ടു ഫോൾ ഡൗൺ എന്ന് പറയാം. പക്ഷെ എന്തിലെങ്കിലും തട്ടി വീഴുക എന്ന് പറയില്ലേ, അതിന് ടു ട്രിപ്പ് എന്ന വാക്കാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ എന്താ പറയുന്നത്? നോ, ഐ ട്രിപ്ഡ് ആസ് ഐ ഗോട്ട് ഓഫ് ദ ബസ്. ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ തട്ടി വീണതാണെന്ന്. ഐ ട്രിപ്ഡ് ആസ് ഐ ഗോട്ട് ഓഫ് ദ ബസ്. ബസ്സിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളതിനാണ് ടു ഗെറ്റ് ഓഫ് ദ ബസ് എന്ന് പറയുന്നത്. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഗോട്ട് ഓഫ് ദ ബസ്. ആ സമയത്ത് എന്നർത്ഥം കിട്ടാനാണ് നമ്മൾ ആസ് യൂസ് ചെയ്തത്. വെൻ അല്ലെങ്കിൽ വൈൽ എന്നൊക്കെ പറയുന്ന അതേ അർത്ഥമാണ് ഇവിടെ ആസിനും ഉള്ളത് കേട്ടോ. അപ്പോ ഐ ട്രിപ്ഡ് ആസ് ഐ ഗോട്ട് ഓഫ് ദ ബസ്. മനസ്സിലായല്ലോ? എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ്, ഒരുപാട് വേദനിച്ചോ? ഈ വേദനിക്കുക, വേദനിപ്പിക്കുക, ഈ രണ്ടർത്ഥവും കിട്ടാൻ നമുക്ക് ടു ഹേർട്ട് എന്ന് തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ പാസ്റ്റ് ടെൻസിലാണ് ചോദ്യം, ഒരുപാട് വേദനിച്ചോ എന്നല്ലേ. അവിടെ നമ്മൾ ചോദിക്കുക ഡിഡ് ഇറ്റ് ഹേർട്ട് എ ലോട്ട് എന്നാണ്. അപ്പൊ ഒരുപാട്, ഒത്തിരി, ആ അർത്ഥം കിട്ടാനാണ് എ ലോട്ട് എന്ന് നമ്മൾ യൂസ് ചെയ്തത്. ചോദ്യം ഡിഡ് ഇറ്റ് ഹേർട്ട് എ ലോട്ട് എന്നാണ്. അത് കഴിഞ്ഞ് നമ്മൾ പറയാണ് പോയി കുളിക്കൂ. അപ്പൊ മലയാളത്തിൽ നമ്മൾ അങ്ങനെയല്ലേ പറയാറുള്ളത്, പോവുകയും കുളിക്കുകയും ചെയ്യൂ എന്ന് പറയില്ലല്ലോ, പോയി കുളിക്കൂ. അതേപോലെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ഗോ ഹാവ് എ ഷവർ. ഗോ ഹാവ് എ ഷവർ. അല്ലാതെ ഗോ ആൻഡ് ഹാവ് എ ഷവർ എന്ന് തന്നെ പറയണം എന്നില്ല. ആ ആൻഡ് ഇല്ലാതെയാണ് നമ്മൾ പറയുന്നത്. സാധാരണ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് നമ്മൾ ഹാവ് എ ഷവർ എന്ന് പറയുന്നത്. അമേരിക്കൻ ഇംഗ്ലീഷിലാണെങ്കിൽ ടേക്ക് എ ഷവർ എന്നായിരിക്കും പറയുക. അപ്പൊ രണ്ടും പോസിബിൾ ആണ്. ഗോ ഹാവ് എ ഷവർ അല്ലെങ്കിൽ ഗോ ടേക്ക് എ ഷവർ. എന്നിട്ട് നമ്മൾ പറയുന്നത് കുളി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ആ മുറിവിൽ ഒരു പ്ലാസ്റ്റർ അല്ലെങ്കിൽ ഒരു ബാൻഡേഡ് വെച്ച് തരാം എന്നാണ്. അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ഐ പുട്ട് എ പ്ലാസ്റ്റർ അല്ലെങ്കിൽ ഐ പുട്ട് എ ബാൻഡേഡ് ഓൺ ഇറ്റ്, ഓൺ ദ കട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ മുറിവിൽ ഓൺ ദ കട്ട് ഐ പുട്ട് എ പ്ലാസ്റ്റർ അല്ലെങ്കിൽ ഐ പുട്ട് എ ബാൻഡേഡ് ഓൺ ദ കട്ട്. കുറച്ചുകൂടെ വലിയ കുട്ടികളാണെങ്കിൽ നമ്മൾ അവരോട് ഹോംവർക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ടി വരും അല്ലെ. അതെങ്ങനെ ചോദിക്കും? നിനക്ക് എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടോ? ഡു യു ഹാവ് എനി ഹോംവർക്ക്? ഡു യു ഹാവ് എനി ഹോംവർക്ക്?
അവിടെ ആർ യു ഹാവിങ് എനി ഹോംവർക്ക് എന്ന് പറയില്ല കേട്ടോ. ഡു യു ഹാവ് എന്ന് തന്നെ ചോദിക്കണം. ഹോംവർക്ക് ഉണ്ടോ, ഡു യു ഹാവ് എനി ഹോംവർക്ക്. അത് കഴിഞ്ഞ് നമ്മൾ ചോദിക്കുകയാണ്, ഹോംവർക്ക് ചെയ്യാൻ നിനക്ക് എന്തെങ്കിലും സഹായം വേണോ, അതായത് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യണോ എന്നാണ് ഈ ചോദിക്കുന്നത്. അതിന് നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ ചോദിക്കാം, ഡു യു നീഡ് എനി ഹെൽപ്പ് വിത്ത് യുവർ ഹോംവർക്ക്. അതായത് ഹോംവർക്ക് ചെയ്യാൻ, ഹോംവർക്കിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സഹായം വേണോ, അതാണ് നമ്മൾ വിത്ത് യുവർ ഹോംവർക്ക് എന്ന് പറഞ്ഞത്. ഡു യു നീഡ് എനി ഹെൽപ്പ് വിത്ത് യുവർ ഹോംവർക്ക്? മനസ്സിലായ ചോദ്യം? ഇത് പലതവണ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യൂ, ഈസി ആയിട്ട് വരും. ഡു യു നീഡ് എനി ഹെൽപ്പ് വിത്ത് യുവർ ഹോംവർക്ക്? ഇനി തീരെ ചെറിയ കുട്ടികളോട് എങ്ങനെയാണ് സംസാരിക്കാൻ നമുക്ക് നോക്കാം. ഇപ്പൊ കുട്ടിയുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, നീ എന്ത് ചെയ്യുകയാണ്? ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ആ കുട്ടി എന്ത് ചെയ്യുകയാണ് എന്നാണ് കേട്ടോ. ഇപ്പോൾ എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇംഗ്ലീഷിൽ നമ്മൾ അവിടെ നൗ ഒന്നും ചേർക്കണ്ട. അല്ലാതെ തന്നെ നമുക്ക് ചോദിക്കാം, വാട്ട് ആർ യു ഡൂയിങ്? വാട്ട് ആർ യു ഡൂയിങ്, അതായത് എന്ത് ചെയ്യുകയാണെന്നാണ് അർത്ഥം. അവിടെ നമ്മൾ വാട്ട് ഡു യു ഡു എന്ന് ചോദിക്കരുത്. ഒരാളുടെ ജോലിയെ കുറിച്ചൊക്കെ ചോദിക്കേണ്ടി വരുമ്പോഴാണ് നമ്മൾ വാട്ട് ഡു യു ഡു എന്ന് ചോദിക്കുക. അതായത് എന്താണ് ജോലി എന്ന്. മനസ്സിലായോ? വാട്ട് ഡു യു ഡു. വാട്ട് ആർ യു ഡൂയിങ് എന്ന് വെച്ചാൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നാണ് ധ്വനി. എന്നിട്ട് നമുക്ക് ഈ കുട്ടിയോട് ചോദിക്കണം, നീ വരയ്ക്കുകയാണോ? അതായത് ഈ കുട്ടി വരച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ്, നീ വരയ്ക്കുകയാണോ? ആർ യു ഡ്രോയിങ് എന്നാണ് അവിടെ ചോദ്യം വരിക. ആർ യു ഡ്രോയിങ്? മനസ്സിലായോ? അതായത് ഡു യു ഡ്രോ എന്ന് ചോദിച്ചാൽ നീ വരയ്ക്കുമോ, വരയ്ക്കാറുണ്ടോ എന്നാണ് അർത്ഥം വരിക. ഇവിടെ നീ വരയ്ക്കുകയാണോ, ഇപ്പോൾ നമുക്ക് കാണാമല്ലോ ചെയ്യുന്നത്. ആർ യു ഡ്രോയിങ് എന്നാണ് ആ ചോദ്യം. എന്നിട്ട് ഈ വരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പിക്ചർ നോക്കിയിട്ട് നമ്മൾ പറയാണ്, അതിന് എന്താ പറയുക? അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചോദിക്കില്ലേ, അതിന്റെ പേരെന്താണ് എന്നൊക്കെ. അപ്പൊ അവിടെ വാട്ട് ഇസ് ഇറ്റ്സ് നെയിം എന്ന് നമ്മൾ ചോദിക്കണ്ട, അതിന് പകരം വാട്ട്സ് ദാറ്റ് കോൾഡ് എന്ന് ചോദിക്കാം. അതിനെന്താ വിളിക്കുക എന്ന്, വാട്ട്സ് ദാറ്റ് കോൾഡ് എന്ന്. അല്ലെങ്കിൽ വാട്ട് യു കോൾ ദാറ്റ് എന്നും ചോദിക്കാം. അവിടെ വ്യത്യാസം മനസ്സിലായോ? രണ്ടാമത് പറഞ്ഞത് എന്താണ് നീ അതിനെ വിളിക്കുക, അതായത് നമ്മൾ എന്താണ് അതിനെ വിളിക്കുക, വാട്ട് യു കോൾ ദാറ്റ് എന്ന് ചോദിച്ചു. ആദ്യത്തില് വാട്ട്സ് ദാറ്റ് കോൾഡ്, അതായത് അത് എങ്ങനെയാണ് വിളിക്കപ്പെടുന്നത്, അതിന്റെ പേരെന്താണ്, എങ്ങനെയാണ് അത് പറയപ്പെടുന്നത് എന്നൊക്കെയുള്ള ഒരു അർത്ഥത്തിലാണ് പറയുന്നത് നമ്മൾ. വാട്ട്സ് ദാറ്റ് കോൾഡ് അല്ലെങ്കിൽ വാട്ട് യു കോൾ ദാറ്റ്. എന്നിട്ട് ഈ വരച്ചു വെച്ചേക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അത് കുട്ടി വരച്ചിരിക്കുന്നത് ഒരു മോട്ടോർ ബൈക്കാണ്. അപ്പൊ ഇസ് ദാറ്റ് എ മോട്ടോർ ബൈക്ക്? ഇസ് ദാറ്റ് എ മോട്ടോർ ബൈക്ക്, അതായത് ഇതൊരു മോട്ടോർ ബൈക്ക് ആണോ എന്നാണ് ചോദ്യം. ഇസ് ദാറ്റ് എ മോട്ടോർ ബൈക്ക്? എന്നിട്ട് ഇങ്ങനെ വരച്ചു വെച്ചേക്കുന്നത് കാണുമ്പോൾ നമ്മൾ പറയാണ്, അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ നല്ല ഭംഗിയുണ്ട് എന്നുള്ളതിന് നമുക്ക് വേണമെങ്കിൽ സോ നൈസ് എന്ന് പറയാം. അപ്പൊ ഇറ്റ് ലുക്സ് സോ നൈസ് എന്ന് പറയാം. മനസ്സിലായോ? ഇറ്റ് ലുക്സ് സോ നൈസ്, അതായത് ഇറ്റ് ലുക്സ് സോ ബ്യൂട്ടിഫുൾ എന്നാണ് ഈ അർത്ഥമാക്കുന്നത്. സോ എന്ന് വെച്ചാൽ ഇവിടെ വെരി എന്നൊരു അർത്ഥമാണ് കേട്ടോ, നല്ല അർത്ഥത്തിലാണ്. ഇറ്റ് ലുക്സ് സോ നൈസ്. എന്നിട്ട് അടുത്ത ചോദ്യം, നീ അതിന് എന്ത് നിറമാണ് കൊടുക്കാൻ പോകുന്നത്? മലയാളത്തിൽ നമ്മൾ ചോദിക്കുക എന്ത് നിറമാണ് കൊടുക്കുക എന്നായിരിക്കും അല്ലെ. എന്ത് നിറമാണ് അടിക്കുക എന്ന് തന്നെ പറയണം എന്നില്ല. അപ്പൊ അവിടെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? വാട്ട് കളർ ആർ യു ഗോയിങ് ടു പെയിന്റ് ഇറ്റ്? അവിടെ വാട്ട് കളർ ആർ യു ഗോയിങ് ടു ഗിവ് ഇറ്റ് എന്ന് പറയണ്ട കേട്ടോ. വാട്ട് കളർ ആർ യു ഗോയിങ് ടു പെയിന്റ് ഇറ്റ്? എന്ത് നിറം വെച്ചിട്ടാണ് പെയിന്റ് ചെയ്യാൻ പോകുന്നതെന്ന്. വാട്ട് കളർ ആർ യു ഗോയിങ് ടു പെയിന്റ് ഇറ്റ്? പക്ഷെ ചെറിയ കുട്ടികളാണെങ്കിലും നമ്മൾ ചെറുപ്പത്തിൽ തന്നെ അവരോട് പറഞ്ഞ് ട്രെയിൻ ചെയ്യിക്കും അല്ലെ. കളിച്ചു കഴിഞ്ഞാൽ ടോയ്സ് ഒക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ടിട്ട് പോകരുതെന്ന്. അതെങ്ങനെയാ നമ്മൾ പറയുക? ഡോണ്ട് ലീവ് യുവർ ടോയ്സ് ലൈങ് അറൌണ്ട്. ഡോണ്ട് ലീവ് യുവർ ടോയ്സ് ലൈങ് അറൌണ്ട്. അതായത് അവിടെ ലീവ് എന്നുള്ള വാക്ക് യൂസ് ചെയ്തത് ആ ടോയ്സ് അങ്ങനെ ഇട്ടിട്ട് പോവരുത് എന്നാണ്, വാരി വെതറി ഇട്ടിട്ട് പോവരുതെന്ന്. ഡോണ്ട് ലീവ് യുവർ ടോയ്സ് ലൈങ് അറൌണ്ട് എന്നാണ് അവിടെ പറഞ്ഞത്. പകരം എന്താ ചെയ്യേണ്ടത്? എന്ത് വസ്തുവും ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ച് അതിന്റെ സ്ഥലത്തേക്ക് എടുത്ത് വെക്കണം എന്നാണ് പറയുക അല്ലെ. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസൽ വെർബ് ടു പുട്ട് അവേ എന്നാണ്. ഇതിനു മുമ്പ് നമ്മളൊരു എപ്പിസോഡിൽ ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയേണ്ടത്, ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിന്റെ സാധനങ്ങൾ യഥാസ്ഥാനത്തേക്ക് എടുത്ത് വെക്കൂ എന്നാണ്. അപ്പൊ അതെങ്ങനെ പറയും? പ്ലീസ് പുട്ട് യുവർ തിങ്സ് അവേ വെൻ യു ആർ ഡൺ. മനസ്സിലായോ? വെൻ യു ആർ ഡൺ എന്ന് വെച്ചാൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ആവശ്യം കഴിഞ്ഞാൽ വെൻ യു ആർ ഡൺ. അപ്പോൾ പ്ലീസ് പുട്ട് യുവർ തിങ്സ് അവേ വെൻ യു ആർ ഡൺ എന്ന് പറയാം. അല്ലെങ്കിൽ പ്ലീസ് പുട്ട് അവേ യുവർ തിങ്സ് വെൻ യു ആർ ഡൺ എന്ന് പറയാം. അതായത് പുട്ട് അവേ യുവർ തിങ്സ് എന്നോ പുട്ട് യുവർ തിങ്സ് അവേ, രണ്ട് രീതിയിലും പറയാം. കുറച്ചുകൂടെ വലിയൊരു കുട്ടിയോട് നമ്മൾ പറയാണ്, ആ വസ്ത്രങ്ങൾ വൃത്തിയായി മടക്കി നിന്റെ അലമാരയിൽ എടുത്ത് വെക്കൂ. അവിടെ എന്ത് പറയും? ഫോൾഡ് ദ ക്ലോത്ത്സ് നീറ്റ്ലി ആൻഡ് പുട്ട് ദം അവേ ഇൻ യുവർ കബർഡ്. മനസ്സിലായോ? അലമാരയ്ക്കാണ് നമ്മൾ കബർഡ് എന്ന് പറയുന്നത്. അവിടെ കപ്പ് ബോർഡ് എന്ന് കാണുന്നുണ്ടെങ്കിലും അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് കബർഡ് എന്നാണ്. കബർഡ് എന്ന് മാത്രം കേട്ടോ. കബോർഡ് എന്നോ കബോർഡ് എന്നോ പറയണ്ട, കബർഡ്. എന്താ പറയുന്നത്?
ഫോൾഡ് ക്ലോത്ത്സ് നീറ്റ്ലി ആൻഡ് പുട്ട് ദം അവേ ഇൻ യുവർ കബഡ്. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങളിപ്പോ കണ്ടല്ലോ, എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ യഥാസ്ഥാനത്തേക്ക് എടുത്ത് വെക്കുന്നതിനാണ് നമ്മൾ ടു പുട്ട് അവേ എന്നുള്ള ഫ്രേസൽ വെർബ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒരു സാധനം തിരിച്ചു വെക്കുക എന്നുള്ളതിന് ടു പുട്ട് ബാക്ക് എന്നും നമുക്ക് പറയാം. അപ്പൊ അമ്മ ചോദിക്കുകയാണ് കുട്ടിയോട്, എന്റെ കത്രിക നീ എവിടെ കൊണ്ട് വെച്ചു? അതെങ്ങനെ ചോദിക്കുക? Where did you put my scissors? Where did you put my scissors എന്നാണ് ചോദിച്ചത്. Where did you keep എന്ന് ഞാൻ ചോദിച്ചില്ല, കാരണം ഭദ്രമായിട്ട് എടുത്ത് വെച്ചേക്കല്ലോ. അങ്ങനെയാണെങ്കിൽ കീപ്പ് എന്ന് ചോദിക്കായിരുന്നു. അപ്പൊ എവിടെ കൊണ്ട് വെച്ചു എന്നുള്ള അർത്ഥത്തില് where did you put my scissors എന്ന് ചോദിച്ചു. എന്നിട്ട് പറയാണ്, എന്തെങ്കിലും ഉപയോഗിച്ചാല് അത് തിരിച്ചു വെക്കണം. If you use something, put it back. മനസ്സിലായോ? If you use something, put it back. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വളരെ ഭദ്രമായിട്ട് എടുത്ത് വെക്കുക, സൂക്ഷിച്ചു വെക്കുക എന്നൊരു അർത്ഥത്തിലാണ് പറയുന്നതെങ്കിൽ അവിടെ നമുക്ക് കീപ് എന്ന വേർബ് യൂസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് പറയണം, കുട്ടികളുടെ കയ്യെത്താത്തിടത്ത് നമുക്ക് മരുന്നെടുത്ത് വെക്കാം എന്നൊക്കെ പറയില്ലേ, അവിടെ നമ്മൾ കീപ് എന്ന വാക്ക് യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് പറയാം, ലെറ്റ് മീ കീപ് ദ മെഡിസിൻ ഔട്ട് ഓഫ് ദെയർ റീച്ച്. കുട്ടികളുടെ കയ്യെത്താത്തടുത്ത്. മനസ്സിലായോ? ലെറ്റ് മീ കീപ് ദ മെഡിസിൻ ഔട്ട് ഓഫ് ദെയർ റീച്ച് എന്നാണ് പറയുക. അവിടെ കീപ് എന്നാണ് യൂസ് ചെയ്തത്. ഇനി നമ്മൾ അടുത്ത രംഗത്തിലേക്ക് കടക്കുക കേട്ടോ. ഇവിടെ നമ്മൾ കാണുന്നത് കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളെയാണ്. അപ്പൊ അത് ടീനേജിലുള്ള കുട്ടികളാണെന്ന് വിചാരിക്കും. അപ്പൊ അച്ഛനോ അമ്മയോ ഈ കുട്ടിയോട് ചോദിക്കുകയാണ്, നീ ഇതെന്താ വൈകിയത്? എങ്ങനെ ചോദിക്കും? വൈ ആർ യു ലേറ്റ് ടുഡേ? വൈ ആർ യു ലേറ്റ് ടുഡേ എന്നാണ് ചോദ്യം. എന്താണ് ഇന്ന് വൈകിയത്? വൈ ആർ യു ലേറ്റ് ടുഡേ? മനസ്സിലായല്ലോ? എന്നിട്ട് അമ്മ കുട്ടിയോട് പറയാണ്, ഞങ്ങള് വളരെ അപ്സെറ്റ് ആയി എന്ന്. അപ്പൊ ആ ഒരു പരിഭ്രമം അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത അവരനുഭവിച്ചു എന്നാണ് പറയുന്നത് അല്ലെ. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? വി ഫെൽറ്റ് വെരി അപ്സെറ്റ് എന്ന് പറഞ്ഞാൽ മതി. വി ഫെൽറ്റ് വെരി അപ്സെറ്റ്. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഒരു ഫ്രേസ് കൂടെ ചേർക്കും. വി ഫെൽറ്റ് വെരി അപ്സെറ്റ് യു നോ എന്ന് ചോദിക്കും. അവിടെ യു നോ എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നറിയാമോ? നിനക്കറിയാമോ എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ലിറ്ററൽ മീനിങ്ങിലല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെയോ, നമ്മൾ പറഞ്ഞ കാര്യം കുറച്ചുകൂടെ നമ്മൾ എംഫസൈസ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ അത്ര പരിഭ്രമിച്ചു എന്ന് ഒന്നുകൂടെ ഒന്ന് അടിവരയിട്ട് പറയാണ്. അതിനാണ് പറയുന്നത് വി ഫെൽറ്റ് വെരി അപ്സെറ്റ് യു നോ എന്ന്. മനസ്സിലായോ? എന്നിട്ട് ആ കോൺവെർസേഷന്റെ ബാക്കി അമ്മ പറയാണ്, വൈകുമെന്ന് നിനക്ക് ഞങ്ങൾ അറിയിക്കാമായിരുന്നു എന്ന്. ഈ അറിയിക്കാമായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതിന് നമുക്ക് യൂസ് ചെയ്യാവുന്നത് യു കുഡ് ഹാവ് എന്നതാണ്. എന്ത്? അറിയിക്കാമായിരുന്നു. അറിയിക്കുക എന്നുള്ളതിന് ടു ഇൻഫോം എന്ന് പറയാം, അല്ലെങ്കിൽ ടു ലെറ്റ് സംബഡി നോ എന്നും പറയാം. ഇത് വീട്ടിലെ കാര്യമല്ലേ, വളരെ കാഷ്വൽ ആയിട്ട് പറയുന്നതല്ലേ. അവിടെ ലെറ്റ് us know എന്ന് പറഞ്ഞാൽ മതി. എന്താ പറയാ? യു കുഡ് ഹാവ് ലെറ്റ് us know that you would be late. നീ വൈകുമെന്ന് അറിയിക്കാമായിരുന്നു. അപ്പൊ ഓൾറെഡി വൈകി, അതുകൊണ്ടാണ് യു വിൽ ബി ലേറ്റ് അല്ല യു വുഡ് ബി ലേറ്റ് പറയുന്നത്. മനസ്സിലായോ? യു കുഡ് ഹാവ് ലെറ്റ് us know that you would be late. അവിടെ ഒരു സംശയം നിങ്ങൾക്ക് തോന്നിയേക്കാം, ഈ യു കുഡ് ഹാവ് യൂസ് ചെയ്തത് കൊണ്ട് ലെറ്റ് us known എന്ന് പറയണോ എന്ന്. അല്ലാട്ടോ, യു കുഡ് ഹാവ് കഴിഞ്ഞിട്ട് വേർബിന്റെ മൂന്നാമത്തെ ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. V3 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടുത്തെ വേർബ് ലെറ്റ് ആണല്ലോ, അതിന്റെ V3 ഫോമാണ് വന്നത്. അപ്പൊ ലെറ്റിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്താണ്? അത് ലെറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് യു കുഡ് ഹാവ് ലെറ്റ് വന്നത്. അത് കഴിഞ്ഞിട്ട് യു കുഡ് ഹാവ് ലെറ്റ് us കഴിഞ്ഞിട്ടുള്ള നോയിന്റെ V3 ഫോം വേണ്ട. മനസ്സിലായോ? അപ്പൊ യു കുഡ് ഹാവ് ലെറ്റ് us know that you would be late. അത് മതി. യു കുഡ് ഹാവ് ലെറ്റ് us know എന്ന് പറയുന്നത് റോങ് ആണ് കേട്ടോ, അത് ശരിയല്ല. യു കുഡ് ഹാവ് ലെറ്റ് us know that you would be late. അമ്മ ഒരു പരിഭവത്തോടെ കുട്ടിയോട് പറയാണ്. അപ്പൊ ഈ കുട്ടി എന്തൊക്കെയോ തിരക്ക് കാരണം ലഞ്ച് മുഴുവൻ കഴിക്കാതെയാണ് വന്നിരിക്കുന്നത്. കൊണ്ടുപോയ ഫുഡ് മുഴുവൻ തീർത്തിട്ടില്ല. അപ്പൊ അമ്മ ചോദിക്കുകയാണ്, why didn't you eat all of your lunch? ഈ കൊണ്ടുപോയ ലഞ്ച് മുഴുവൻ കഴിച്ചിട്ട് വരാത്തത് എന്താന്ന്? Why didn't you eat all of your lunch? ആ ലഞ്ച് മുഴുവനും തീർക്കാഞ്ഞത് എന്താന്നാണ് ചോദ്യം. Why didn't you? അതാണ് why didn't you. Why didn't you eat all of your lunch? All your lunch എന്ന് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ all of your lunch. ഈ ഭക്ഷണം മുഴുവൻ തീർക്കാഞ്ഞത് എന്താ? Why didn't you eat all of your lunch? ചോദ്യം. അപ്പൊ ആ സമയത്ത് കുട്ടി എന്തോ പറഞ്ഞു, പക്ഷെ വളരെ പതുക്കെയാണ് പറഞ്ഞത്. അപ്പൊ അമ്മ പറയാണ്, ഉറക്കെ സംസാരിക്കൂ, ഉറക്കെ പറയൂ. അതെങ്ങനെ പറയാ? സ്പീക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ മതി. സ്പീക്ക് ലൗഡ്ലി എന്നും വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സ്പീക്ക് അപ്പ് എന്ന് മാത്രം പറയാം. പിന്നെ അവിടെ റേസ് യുവർ വോയിസ് എന്ന് പറയാമോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം.
റേസ് യുവർ വോയിസ് എന്ന് പറയാം, പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. നമ്മൾ കുറച്ച് ദേഷ്യപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കില്ലേ, സ്വരം ഉയർത്തുക എന്നൊക്കെ പറയില്ലേ, ദേഷ്യം വരുമ്പോഴാണല്ലോ നമ്മൾ അങ്ങനെ സ്വരം ഉയർത്തി സംസാരിച്ചു എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ കൂടെയാണ് നമ്മൾ ഈ റേസ് യുവർ വോയിസ് എന്ന് പറയുന്നത്. അപ്പൊ അത് പറയാതെ ഒന്നില്ലെങ്കിൽ സ്പീക്ക് അപ്പ് അല്ലെങ്കിൽ സ്പീക്ക് ലൗഡ്ലി എന്ന് പറഞ്ഞാൽ മതി. ഇനി സ്വരം താഴ്ത്തു, ശബ്ദം താഴ്ത്തു എന്നാണ് പറയേണ്ടതെങ്കിലോ അവിടെ സ്പീക്ക് സോഫ്റ്റ്ലി അല്ലെങ്കിൽ സ്പീക്ക് ക്വയറ്റ്ലി എന്ന് പറയാം. സ്പീക്ക് മോർ ക്വയറ്റ്ലി എന്ന് പറയാം. അല്ലെങ്കിൽ ലോവർ യുവർ വോയിസ് എന്നും പറയാം. അവിടെ ലോവർ യുവർ വോയിസ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്പീക്ക് ക്വയറ്റ്ലി അല്ലെങ്കിൽ സ്പീക്ക് സോഫ്റ്റ്ലി. ഇതേതും നമുക്ക് അവിടെ യൂസ് ചെയ്യാം. അപ്പൊ ഈ സമയത്ത് കുട്ടി പറയാണ് ഞാനത് അല്പം മാത്രമേ ബാക്കി വെച്ചുള്ളൂ എന്ന്. അപ്പൊ അതെങ്ങനെ പറയാ? ഐ ലെഫ്റ്റ് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഇറ്റ്. ഐ ലെഫ്റ്റ് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഇറ്റ്. വളരെ കുറച്ച് മാത്രമേ ബാക്കി വെച്ചുള്ളൂ എന്നാണ് കുട്ടിയുടെ അവകാശവാദം. അപ്പൊ അമ്മ പറയാണ് ഭക്ഷണം പാഴാക്കരുത്. അപ്പൊ ശ്രദ്ധിച്ചോ, ഇവിടെ എല്ലാം നമ്മൾ മലയാളത്തിൽ നീ ഭക്ഷണം പാഴാക്കരുത് എന്ന് നമ്മൾ എടുത്ത് പറയണം എന്നില്ല. കാരണം സാധാരണ രീതിയിൽ അങ്ങനെ സംസാരിക്കുമ്പോൾ മലയാളത്തിൽ നമ്മൾ ആ സബ്ജക്റ്റ് അങ്ങ് വിട്ടുകളയും. ഭക്ഷണം പാഴാക്കരുതെന്ന് മാത്രം പറയുള്ളൂ, പക്ഷെ അവിടെ അണ്ടർസ്റ്റുഡ് ആണ് നീ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇംഗ്ലീഷിൽ നമുക്ക് അങ്ങനെ പറഞ്ഞേ പറ്റൂ, വേറൊരാളോടാണ് പറയുന്നതെങ്കിൽ. അപ്പൊ എന്താ പറയാ? യു ഷുഡിന്റ് വേസ്റ്റ് ഫുഡ്. യു ഷുഡിന്റ് വേസ്റ്റ് ഫുഡ്. ഒരു കാര്യം ചെയ്യരുത് എന്നൊരു അഡ്വൈസ് ആയിട്ട് അവിടെ പറയുന്നതല്ലേ, അതുകൊണ്ടാണ് യു ഷുഡിന്റ് വേസ്റ്റ് ഫുഡ് എന്ന് അമ്മ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് കുട്ടി എന്തോ പതുക്കെ എന്തോ പെറുപിറുക്കുകയോ അങ്ങനെ എന്തോ ചെയ്തു. അമ്മ ചോദിക്കുകയാണ് നീ എന്തിനാ പെറുപിറുക്കുന്നത്? ഇപ്പൊ പെറുപിറുക്കുക എന്നുള്ളതിന് ഒന്നില്ലെങ്കിൽ നമുക്ക് ടു മംബിൾ എന്ന് പറയാം, അല്ലെങ്കിൽ ടു മട്ടർ എന്ന് പറയാം. ഇവിടെ അമ്മ ചോദിക്കുന്നത് വൈ ഡു യു മംബിൾ? നീ എന്തിനാ ഇങ്ങനെ പെറുപിറുക്കുന്നത്? വൈ ഡു യു മംബിൾ എന്നാണ്. ഇനി പെറുപിറുക്കുന്നത് നിർത്തൂ എന്ന് പറയണമെങ്കിൽ സ്റ്റോപ്പ് മട്ടറിങ് എന്ന് പറയാം. സ്റ്റോപ്പ് മട്ടറിങ്. മനസ്സിലായോ? ഇത് രണ്ടും ഒരേ അർത്ഥം തന്നെയാണല്ലോ. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നതും അങ്ങനെ ചെയ്യുന്നത് നിർത്തൂ എന്ന് പറയുന്നതും ഒരേ ഉദ്ദേശം തന്നെ വെച്ചിട്ടാണ് അല്ലെ. ഇത് ഏത് വേണമെങ്കിലും പറയാം. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് കുട്ടി എന്തോ തർക്കുത്തരം പറയുന്നതാണ്. അപ്പൊ അതൊരു പക്ഷെ അവരുടെ സ്ട്രെസ് കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, കുട്ടികൾ അവരുടെ വശം പറയുന്നതിന് നമുക്ക് തർക്കുത്തരം പറയാന്ന് പറയാൻ പറ്റില്ല. അതല്ല, റൂഡായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും പേരൻസ് അവിടെ ഇന്റർഫിയർ ചെയ്യും അല്ലെ, അവരത് നിർത്തിക്കളയാൻ നോക്കും. അപ്പൊ ഇവിടെ അമ്മ പറയാണ് തർക്കുത്തരം പറയരുത്. അതെങ്ങനെ പറയാ ഇംഗ്ലീഷില്? ഡോണ്ട് ടോക്ക് ബാക്ക് എന്ന് പറയാം. തർക്കുത്തരം പറയുക, തിരിച്ചു മറുപടി പറയുക എന്നുള്ളതിനാണ് ടു ടോക്ക് ബാക്ക് എന്ന് പറയുന്നത്. ഡോണ്ട് ടോക്ക് ബാക്ക് എന്ന് പറയാം. അല്ലെങ്കിൽ ഡോണ്ട് ആൻസർ മീ ബാക്ക് എന്നും പറയാം. അതായത് തിരിച്ച് എന്നോട് ഇങ്ങനെ മറുപടി പറയരുതെന്ന്. ഡോണ്ട് ആൻസർ മീ ബാക്ക്. ഉത്തരം പറയുന്നതിന് ആൻസർ മീ എന്ന് പറയാം. ഇത് തിരിച്ച് മറുപടി പറയുന്നതിന്, തർക്കുത്തരം പറയുന്നതിനാണ് ടു ആൻസർ ബാക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഡോണ്ട് ആൻസർ മീ ബാക്ക്. നീ എന്നോട് തർക്കുത്തരം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് വെൻ യു ആൻസർ മീ ബാക്ക്. മനസ്സിലായോ? ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് വെൻ യു ആൻസർ മീ ബാക്ക്, അല്ലെങ്കിൽ വെൻ യു ടോക്ക് ബാക്ക്. എന്നിട്ട് അടുത്ത ചോദ്യം, നീ എപ്പോഴാണ് ഹോംവർക്ക് ചെയ്യാൻ പോകുന്നത്? വെൻ ആർ യു ഗോയിങ് ടു ഡു യുവർ ഹോംവർക്ക്? മനസ്സിലായോ? വെൻ ആർ യു ഗോയിങ് ടു ഡു യുവർ ഹോംവർക്ക്. എപ്പോഴാണ് ചെയ്യാൻ പോകുന്നത്, അതിനാണ് വെൻ ആർ യു ഗോയിങ് എന്ന് ചോദിച്ചത്. വെൻ ആർ യു ഗോയിങ് ടു ഡു യുവർ ഹോംവർക്ക്. ഇനി ഇങ്ങനെ പറയുകയാണെങ്കിലോ, നിനക്ക് ഹോംവർക്ക് ചെയ്ത് തീർക്കാനുണ്ട്. അവിടെ യു ഹവ് ഗോട്ട് ഹോംവർക്ക് ടു ഫിനിഷ്. മനസ്സിലായോ? യു ഹവ് ഗോട്ട് എന്ന് വെച്ചാൽ ഇതുണ്ടെന്ന്. യു ഹവ് ഗോട്ട് ഹോംവർക്ക് ടു ഫിനിഷ്. ചെയ്ത് തീർക്കാനുണ്ട്, ടു ഫിനിഷ്. എന്നിട്ട് പേരൻസ് പറയാറില്ലേ, അത് അവസാന മിനിറ്റ് വരെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കല്ലേ, അവസാന നിമിഷം വരെ അത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കല്ലേ എന്ന് പറയില്ലേ. അവിടെ നമുക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാവുന്നത്? ഡോണ്ട് ലീവ് ഇറ്റ് ടിൽ ദ ലാസ്റ്റ് മിനിറ്റ്. ഡോണ്ട് ലീവ് ഇറ്റ് ടിൽ ദ ലാസ്റ്റ് മിനിറ്റ്, അല്ലെങ്കിൽ ഡോണ്ട് ലീവ് ഇറ്റ് ടിൽ ദ ലാസ്റ്റ് സെക്കൻഡ് എന്ന് പറയാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് പാർട്ടിലെത്തി. അതായത് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുൻപ് വീടുകളിൽ ഉണ്ടാവുന്ന സാധാരണ വർത്തമാനങ്ങളില്ലേ, അതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാന്നാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. രാവിലെ അമ്മ പറയാണ് ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി, അതായത് രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ സമയമായി എന്ന്. ഈ രാവിലത്തെ ഭക്ഷണത്തിന് നമ്മൾ എന്താ പറയാ? ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് പറയാ. ബ്രേക്ക്ഫാസ്റ്റ് അല്ല കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ അത് ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന ഒരു ഫുഡാണ്, ഒരു മീലാണ്. പക്ഷെ അതിന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണ്ട, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇവിടെ എന്ത് പറയും? ഇറ്റ്സ് ടൈം ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഇറ്റ്സ് ടൈം ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അല്ലെങ്കിൽ വെറുതെ ടൈം ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാലും മതി. ആ ഇറ്റ്സ് പോലും വേണ്ട. ടൈം ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ വരൂ, എല്ലാം എടുത്തു വെച്ചിരിക്കുകയാണ്, ഭക്ഷണം കഴിക്കാൻ വരൂ എന്ന് പറഞ്ഞ് വിളിക്കാവുന്ന ഒരു ഫ്രേസ് ആണിത്, ടൈം ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. എന്നിട്ട് ഈ ഭക്ഷണം വിളമ്പിക്കൊണ്ട് അമ്മമാര് ചോദിക്കുന്ന ഒരു ചോദ്യം ഇല്ലേ, അത് മതിയോ? എങ്ങനെ ചോദിക്കുക? ഇസ് ഇറ്റ് ഇനഫ്?
അല്ലെങ്കിൽ ഇസ് ദാറ്റ് ഇനഫ് എന്ന് ചോദിക്കാം. ഇനി അത് മതിയോ അതോ കുറച്ചുകൂടെ വേണോ, അതെങ്ങനെ ചോദിക്കും? ഇസ് ഇറ്റ് ഇനഫ് ഓർ ഡു യു വാണ്ട് മോർ? ഡു യു വാണ്ട് മോർ? ഇസ് ഇറ്റ് ഇനഫ് ഓർ ഡു യു വാണ്ട് മോർ? നിനക്ക് കുറച്ചുകൂടെ വേണോ എന്നാണ് ചോദ്യം. അപ്പൊ മിക്കവാറും കുട്ടികൾ പറയാ വേണ്ട, എനിക്ക് വയറ് നിറഞ്ഞു എന്നായിരിക്കും. വേണം എന്ന് പറയുന്ന കുട്ടികൾ വളരെ കുറവായിരിക്കും. അപ്പൊ ഇതെങ്ങനെ പറയും? വയറ് നിറഞ്ഞു എന്ന് എങ്ങനെ പറയും? നോ, ഐ എം ഫുൾ. ഐ എം ഫുൾ എന്ന് വെച്ചാല് വയറ് നിറഞ്ഞു, ആവശ്യത്തിന്റെ ഭക്ഷണമായി, ഐ എം ഫുൾ. നോ, ഐ എം ഫുൾ, ഇനി വേണ്ടാന്ന്. അപ്പൊ എന്തായിരിക്കും അമ്മ പറയാ? നീ കുറച്ചുകൂടെ കഴിക്കേണ്ടതാണ്, കുറച്ചുകൂടെ കഴിക്കേണ്ട ആവശ്യമാണെന്ന് പറയൂ അല്ലെ? അവിടെ എന്ത് പറയും? യു നീഡ് ടു ഈറ്റ് സം മോർ. കുറച്ചുകൂടെ കഴിക്കേണ്ട കാര്യമുണ്ട്. യു നീഡ് ടു ഈറ്റ് സം മോർ, കുറച്ചുകൂടെ, അതാണ് സം മോർ. അപ്പൊ ഈ വിളമ്പുന്നതിനിടയ്ക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു സ്പൂൺ താഴെ വീണു എന്നിരിക്കട്ടെ. നമ്മളത് എങ്ങനെ പറയും? എന്റെ കയ്യിൽ നിന്ന് ഒരു സ്പൂൺ താഴെ വീണു എന്ന്? ഓ, ഐ ഡ്രോപ്ഡ് എ സ്പൂൺ എന്ന് പറയും. ഡ്രോപ്ഡ് എന്ന് വെച്ചാൽ നമ്മളോട് മനഃപൂർവ്വം ഇട്ടു എന്നല്ല അർത്ഥമാക്കുന്നത്, നമ്മുടെ കയ്യിൽ നിന്ന് വീണതാണ്. എങ്കിലും നമ്മൾ പറയാ ഓ, ഐ ഡ്രോപ്ഡ് എ സ്പൂൺ എന്നാണ്. എന്നിട്ട് അമ്മ പറയാണ് കിച്ചണിൽ പോയിട്ട് വേറൊരു സ്പൂൺ എടുത്തു കൊണ്ടുവന്ന് തരാമോ? കുട്ടി ഇപ്പൊ എവിടെ ഇരിക്കുക? ഡൈനിങ് റൂമിൽ. അവിടുന്ന് കിച്ചണിൽ പോയിട്ട് എടുത്തുകൊണ്ട് വരാനല്ലേ പറയുന്നത്. അതിന് ഏത് വാക്കായി യൂസ് ചെയ്യുക? നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇതിനു മുമ്പുള്ള എപ്പിസോഡ്സ് നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അവിടെ ഫെച്ച് എന്ന വേർബാണ് യൂസ് ചെയ്യുക അല്ലെ? അപ്പൊ സെന്റൻസ് എങ്ങനെ പറയുമെന്ന് ശ്രമിച്ചു നോക്കൂ. ക്യാൻ യു ഫെച്ച് മീ അനദർ വൺ ഫ്രം ദ കിച്ചൺ ചോദിക്കാം അല്ലെ? ക്യാൻ യു ഫെച്ച് മീ അനദർ വൺ എന്ന് വെച്ചാൽ അനദർ സ്പൂൺ എന്ന്. ഇവിടെ സ്പൂണിന്റെ കാര്യമല്ലേ പറയുന്നത്. അപ്പൊ വേറൊന്ന്, അതിനാണ് അനദർ വൺ എന്ന് പറഞ്ഞത്. ക്യാൻ യു ഫെച്ച് മീ അനദർ വൺ ഫ്രം ദ കിച്ചൺ പ്ലീസ് എന്ന് ചോദിക്കാം. ഇത് കഴിഞ്ഞ് വേറെയും യുദ്ധം ബാക്കിയുണ്ട് അല്ലെ? ഇനി ഡ്രസ് ഇടാനുണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പോ അമ്മ ചോദിക്കുകയാണ് നിന്റെ ഷൂസ് എവിടെ? അതെങ്ങനെയാ ചോദിക്കുക? വേർ ആർ യോർ ഷൂസ്? ഈ ഷൂസിന്റെ കാര്യം പറയുമ്പോൾ അത് എപ്പോഴും ഒരു പെയർ ആയിട്ടാണ് വരുന്നത് അല്ലെ? അപ്പൊ നമ്മൾ ഷൂ എന്നല്ല ഷൂസ് തന്നെ പറയാ. വെർ ആർ യുവർ ഷൂസ് എന്നാണ് ചോദിക്കുക. വെർ ആർ യുവർ ഷൂസ്? നിന്റെ ഷൂസ് എവിടെ? അപ്പൊ ഇങ്ങനെയാണെങ്കിലോ ഈ ഷൂസിൽ ഒരെണ്ണം ഉണ്ട്, ഒരെണ്ണം കാണാനില്ല. അപ്പൊ മറ്റേ ഷൂ എവിടെയെന്ന് എങ്ങനെ ചോദിക്കും? വേഴ്സ് യുവർ അതർ ഷൂ എന്ന് ചോദിക്കും. അതായത് ഒരെണ്ണല്ലേ ഉള്ളൂ, ഇതിന്റെ ബാക്കി എവിടെ? വേഴ്സ് യുവർ അതർ ഷൂ? അതർ ഷൂ, അവിടെ നമ്മൾ ഷൂ എന്ന് മാത്രം പറഞ്ഞു, മനസ്സിലായോ? വേഴ്സ് യുവർ അതർ ഷൂ. അപ്പൊ കുട്ടി പറയാണ് എനിക്കത് കണ്ടെത്താൻ പറ്റിയില്ല. കുട്ടി അന്വേഷിച്ചു ഈ ഒരു ഷൂ എവിടെയെന്ന്, കിട്ടിയില്ല. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യുക ഫൈൻഡ് എന്നുള്ള വാക്കാണ്. എന്താ പറയാ? ഐ കാൺ ഫൈൻഡ് ഇറ്റ്. എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന്. അന്വേഷിച്ചൊന്നും കിട്ടിയില്ലല്ലോ. ഐ കാൺ ഫൈൻഡ് ഇറ്റ്. നമ്മളിവിടെ ഒരു ഷൂവിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് ഐ കാൺ ഫൈൻഡ് ഇറ്റ് എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് രണ്ട് ഷൂസും അന്വേഷിച്ചിട്ട് കിട്ടിയില്ല എന്നാണെങ്കിലോ ഐ കാൺ ഫൈൻഡ് ദെം എന്ന് പറയും. മനസ്സിലായോ? രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് ദെം. ഐ കാൺ ഫൈൻഡ് ദെം. ഇപ്പം എനിക്ക് കൊട അന്വേഷിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയണമെങ്കിൽ ഐ കാൺ ഫൈൻഡ് ദി അംബ്രല എന്ന് പറയും. ഐ കാൺ ഫൈൻഡ് ദി അംബ്രല. മനസ്സിലായോ? അവിടെ ഫൈൻഡ് എന്ന് തന്നെയാണ് പറഞ്ഞത്, കാരണം നോക്കി പക്ഷെ കിട്ടിയില്ല. ഐ കാൺ ഫൈൻഡ് ഇറ്റ്. അപ്പൊ കുടയെ കുറിച്ച് പറഞ്ഞപ്പോ അമ്മ പറയാണ് അത് ബാൽക്കണിയിൽ ഇരിപ്പുണ്ട്. ഇറ്റ്സ് ഇൻ ദ ബാൽക്കണി. ഇറ്റ്സ് ഇൻ ദ ബാൽക്കണി. മനസ്സിലായോ? ബാൽക്കണിയിൽ ഉണ്ടെന്നാണ് അമ്മ പറയുന്നത്. എന്നിട്ട് അമ്മ പറയാണ് അത് നീ തന്നെയാണ് ഇന്നലെ വെള്ളം പോകുന്നതിന് വേണ്ടി, ഉണങ്ങുന്നതിന് വേണ്ടി ബാൽക്കണിയിൽ കൊണ്ടുപോയി വെച്ചത്. അതെങ്ങനെ പറയും? യു ലെഫ്റ്റ് ഇറ്റ് ദേ യെസ്റ്റർഡേ ടു ലെറ്റ് ഇറ്റ് ഡ്രൈ ഓഫ്. വെള്ളം ഉണങ്ങി പോവുക, തീർത്ത് ഉണങ്ങി പോവുക, അതിന് ടു ഡ്രൈ ഓഫ് എന്നോ ഡ്രൈ അപ്പ് എന്നോ പറയാം. മനസ്സിലായോ? അപ്പൊ യു ലെഫ്റ്റ് ഇറ്റ് ദേ, നീ ആണ് ഇന്നലെ അത് ബാൽക്കണിയിൽ അവിടെ വെച്ചിട്ട് പോകുന്നത്. യു ലെഫ്റ്റ് ഇറ്റ് ദേ എപ്പോ? യെസ്റ്റർഡേ. എന്തിന്? ടു ലെറ്റ് ഇറ്റ് ഡ്രൈ ഓഫ്. വെള്ളം മുഴുവൻ പോകാൻ വേണ്ടി, പോകാൻ അനുവദിക്കുന്നതിന് വേണ്ടി. ഓക്കെ, ടു ലെറ്റ് ഇറ്റ് ഡ്രൈ ഓഫ്. യു ലെഫ്റ്റ് ഇറ്റ് ദേ യെസ്റ്റർഡേ ടു ലെറ്റ് ഇറ്റ് ഡ്രൈ ഓഫ്. ആ സെന്റൻസ് എങ്ങനെയാണ് നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത് മനസ്സിലായോ? പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇനി സോക്സ് ഇടൂ എന്ന് എങ്ങനെ പറയും? പുട്ട് ഓൺ യുവർ സോക്സ്. പുട്ട് ഓൺ യുവർ സോക്സ്. ഈ ധരിക്കുക എന്ന് പറയില്ലേ, വെയർ, അതിന് പകരമാണ് നമ്മളിവിടെ പുട്ട് ഓൺ എന്ന ഫ്രേസൽ വെർബ് യൂസ് ചെയ്യുക. പുട്ട് ഓൺ യുവർ സോക്സ് എന്ന് പറയാം. നീ എന്താ സോക്സ് ഇടാത്തത്? എന്ത് ചോദിക്കും? വൈ ഡോണ്ട് യു പുട്ട് ഓൺ യുവർ സോക്സ്? വൈ ഡോണ്ട് യു പുട്ട് ഓൺ യുവർ സോക്സ്? നീ എന്താണ് ഈ സോക്സ് ഇടാത്തത്? സമയം പോവാണല്ലോ. വൈ ഡോണ്ട് യു പുട്ട് ഓൺ യുവർ സോക്സ് എന്നാണ് ചോദ്യം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് റെഡിയായി കുട്ടി ഇറങ്ങുന്ന സമയത്ത് അമ്മമാര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ എന്തെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടോ എന്ന്. അപ്പൊ ചിലപ്പോ അമ്മ കണ്ടു കാണും ഇന്ന സാധനം എടുത്തിട്ടില്ലാന്ന്. അപ്പൊ അമ്മ ചോദിക്കുന്നത് നീ എന്തെങ്കിലും മറന്നോ? അവിടെ എന്താ ചോദിക്കുക? ഡിഡ് യു ഫൊർഗെറ്റ് സംതിങ് എന്ന് ചോദിക്കാം. ഇനി വേണമെങ്കിൽ ഡിഡ് യു ഫൊർഗെറ്റ് എനിത്തിങ് എന്ന് ചോദിക്കാം. ഇപ്പൊ ഇവിടെ അമ്മ കണ്ടിട്ടുണ്ട്, അമ്മയ്ക്ക് അറിയാം എന്തോ മറന്നിട്ടുണ്ടെന്ന്, അതുകൊണ്ടാണ് ഡിഡ് യു ഫൊർഗെറ്റ് സംതിങ് എന്ന് ചോദിച്ചത്. മനസ്സിലായോ?
വെറുതെ എന്തെങ്കിലും മറന്നോ എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡിഡ് യു ഫൊർഗെറ്റ് എനിത്തിങ് എന്നും ചോദിക്കാം. അപ്പൊ പലരും എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻ ആവുമ്പോൾ എനിത്തിങ് മാത്രമല്ലേ വരുള്ളൂ, അവിടെ ഇങ്ങനെ സംതിങ് വരുമെന്ന്. പക്ഷെ ഇതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ്. ഇപ്പൊ ഒരു കാര്യം മറന്നു വെച്ചിട്ടുണ്ടെന്ന് ചോദിക്കുന്ന ആൾക്ക് അറിയാം, അറിഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഡിഡ് യു ഫൊർഗെറ്റ് സംതിങ് എന്നാണ് ചോദിക്കുക. മനസ്സിലായോ? അപ്പൊ കുട്ടിക്ക് കാര്യം മനസ്സിലായി. കുട്ടി പെട്ടെന്ന് ഓർത്തു, ഞാൻ ആ പെൻസിൽ കേസ് എടുത്തിട്ടില്ല. അതെന്ത് പറയും? ഓ, ഐ ഫൊർഗോട്ട് മൈ പെൻസിൽ കേസ്. ഐ ഫൊർഗോട്ട് മൈ പെൻസിൽ കേസ്. മറന്നു. ആ പാസ്റ്റ് ടെൻസ് ആണ് ഫൊർഗോട്ട് എന്ന് പറഞ്ഞത് കേട്ടോ. മറക്കുക എന്നുള്ളതിന് ഫൊർഗെറ്റ് എന്നല്ലേ പറയാ, മറന്നു എന്നുള്ളതിന് പാസ്റ്റ് ടെൻസ് ആയിട്ട് ഫൊർഗോട്ട് എന്ന് പറയും. ഐ ഫൊർഗോട്ട് മൈ പെൻസിൽ കേസ്. അപ്പൊ അമ്മ പറയാണ്, നീ ഇവിടെ നിൽക്കൂ, ഞാൻ പോയി അത് എടുത്തിട്ട് വരാം. അതെങ്ങനെ പറയും? വെയിറ്റ് ഹിയർ. ഇവിടെ നിൽക്കൂ, വെയിറ്റ് ഹിയർ, ഐൽ ഗെറ്റ് ഇറ്റ് ഫോർ യു. മുൻപ് നമ്മള് ഫെച്ച് എന്ന വാക്ക് കണ്ടില്ലേ? പോയി എന്തെങ്കിലും എടുത്തോണ്ട് വരുന്നതിന് ഫെച്ച്. അതേപോലെയാണ് ഇവിടെ ഗെറ്റ് നമ്മൾ യൂസ് ചെയ്തത്. ഇപ്പൊ ഫെച്ച് എന്നുള്ളത് സാധാരണ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗെറ്റ് അമേരിക്കൻ ഇംഗ്ലീഷിലാണ് നമ്മൾ കാണുക. അതാണ് ഇവിടെ നമ്മൾ കണ്ടത് കേട്ടോ. ഞാൻ ഫെച്ചിന് പകരം ഗെറ്റ് യൂസ് ചെയ്തതേ ഉള്ളൂ ഇവിടെ. എന്താ പറഞ്ഞത്? വെയിറ്റ് ഹിയർ, ഐ ഗെറ്റ് ഇറ്റ് ഫോർ യു. അങ്ങനെ കുട്ടി റോഡ് ക്രോസ് ചെയ്യാണ്. അപ്പൊ അമ്മ പറയാണ്, ദാ ഒരു കാർ വരുന്നു, നോക്ക്. എന്ത് പറയും? വാച്ച് ഔട്ട്, there's a car coming. വാച്ച് ഔട്ട് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിക്കൂ, ബി കെയർഫുൾ എന്ന് മാത്രമാണ്. വാച്ച് ഔട്ട്, ബി കെയർഫുൾ, there's a car coming. ഒരു കാറ് വരുന്നു, സൂക്ഷിച്ച് ക്രോസ് ചെയ്യാൻ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസ് ആണ് വാച്ച് ഔട്ട്. മനസ്സിലായല്ലോ? വാച്ച് ഔട്ട്, there's a car coming. ഇതുപോലെ ഈ സോഷ്യൽ എറ്റിക്കറ്റ്സ് ഉണ്ടല്ലോ, നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകൾ, അതിനെ കുറിച്ചുള്ള ചില സെന്റൻസസ് നമുക്കൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. ഇപ്പൊ അമ്മ കുട്ടിയോട് പറയാണ്, മൂക്ക് ചീറ്റു. അതെങ്ങനെ പറയും? ബ്ലോ യോർ നോസ്. ബ്ലോ യോർ നോസ്. അപ്പൊ മുൻപ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഈ മെഴുകുതിരി അത് ഊതിക്കെടുത്തുക എന്നുള്ളതിനും ടു ബ്ലോ എന്ന് തന്നെ പറഞ്ഞു അല്ലെ. ഇവിടെ മൂക്ക് ചീറ്റുക എന്നുള്ളതിനും ബ്ലോ എന്ന് തന്നെ പറയും. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അറിയാലോ, ഒരേ വാക്ക് പല സെൻസിൽ പല അർത്ഥത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. അതിനൊരു എക്സാമ്പിൾ ആണിത്. ബ്ലോ യുവർ നോസ് എന്ന് വെച്ചാൽ മൂക്ക് ചീറ്റു എന്നർത്ഥം. ഇനി നമുക്ക് പറയണം, ആ ഹാങ്കർചീഫിലേക്ക് മൂക്ക് ചീറ്റു. കയ്യില് ടവൽ ഇരിപ്പുണ്ട്, അതിലേക്ക് മൂക്ക് ചീറ്റു എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പൊ അതിനെന്താ പറയാ? ബ്ലോ യുവർ നോസ് ഇൻ ടു ദ ഹാങ്കർചീഫ്. മനസ്സിലായോ? പിന്നെ ഈ വാക്ക്, ഈ കയ്യിൽ പിടിക്കുന്ന തൂവാല, ആ ടവൽ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാങ്കർചീഫ് ആണ് കേട്ടോ. ഹാൻഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ആ ഡി അല്ല വരുന്നത്. നമ്മൾ സിങ് എന്നൊക്കെ പറയില്ലേ, ആ ശബ്ദമാണ് ഇവിടെ വരേണ്ടത്. ഹാങ്കർചീഫ്, ഹാങ്കർചീഫ്. മനസ്സിലായോ? ഹാങ്കർചീഫ്. അപ്പൊ എന്താ പറയുന്നത്? ബ്ലോ യുവർ നോസ് ഇൻ ടു ദ ഹാങ്കർചീഫ്. അതുപോലെ നമ്മൾ പറയില്ലേ, ചുമയ്ക്കുമ്പോഴെല്ലാം വായ പൊത്തിപ്പിടിക്കണം. അതെങ്ങനെ പറയും? ഓൾവേസ് കവർ യുവർ മൗത്ത് വെൻ യു കോഫ്. ഓൾവേസ് കവർ യുവർ മൗത്ത് വെൻ യു കോഫ്. കോഫ് ആണ് കേട്ടോ. ചുമയ്ക്ക് കഫ് അല്ല, കോഫ് എന്ന് പറയണം. അതുപോലെ വേറൊരെണ്ണം, വായയിൽ ഭക്ഷണം ഇരിക്കുമ്പോൾ സംസാരിക്കരുതെന്ന് പറയില്ലേ, അതെങ്ങനെ പറയും? ഡോണ്ട് ടോക്ക് വിത്ത് യുവർ മൗത്ത് ഫുൾ. ഡോണ്ട് ടോക്ക് വിത്ത് യുവർ മൗത്ത് ഫുൾ. വായിൽ ഭക്ഷണം ഇരിക്കുമ്പോൾ സംസാരിക്കരുതെന്ന്. ഇങ്ങനെ കുട്ടികളോട് പറയാവുന്ന ചില സെന്റൻസസ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു. അവിടെ നിങ്ങൾക്ക് അത് കൂടുതൽ കാണാം. അതിന്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളിത് കണ്ടല്ലോ. നിങ്ങൾ കണ്ടാൽ മാത്രം പോരാ, ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഇത് കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ മലയാളത്തിലുള്ള സെന്റൻസസ് എല്ലാം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അത് നോക്കി തനിയെ ഇംഗ്ലീഷിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ റെഫർ ചെയ്ത് നോക്കൂ, എന്നിട്ട് പറഞ്ഞു നോക്കൂ കേട്ടോ. എന്നിട്ട് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന് നിങ്ങൾ ഇത്രയും സെന്റൻസസ് കണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലും സെന്റൻസസ് തനിയെ നോക്കാതെ നിങ്ങൾ തനിയെ ഒന്ന് പറഞ്ഞു നോക്കൂ. എന്നിട്ട് അത് ഈ കോമന്റ് സെക്ഷനിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യൂ. എന്താ പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ? നമ്മളിന്ന് ഒരുപാട് സെന്റൻസസ് കണ്ടല്ലോ. അതിൽ 2-3 സെന്റൻസസ് നിങ്ങൾ തനിയെ തന്നെ പറഞ്ഞ് അത് കോമന്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്യൂ എന്നാണ് ഞാൻ പറഞ്ഞത്. നാളെ നിന്റെ പിറന്നാളാണ്. നിനക്ക് നാളെ 5 വയസ്സാകും. നിനക്ക് ബർത്ത്ഡേക്ക് എന്താണ് വേണ്ടത്? നിന്റെ കൂട്ടുകാർക്ക് ഒരു പാർട്ടി കൊടുക്കാം. പാർട്ടിക്ക് ആരെയാണ് ക്ഷണിക്കേണ്ടത്? നോക്കൂ, ഞാൻ നിനക്ക് വേണ്ടി ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് നീ സ്കൂളിൽ എന്താ ചെയ്തത്? വേറെ എന്ത് ചെയ്തു? നീ ഊഞ്ഞാലാടിയോ?
കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ വീണോ? ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ തട്ടി വീണു. ഒരുപാട് വേദനിച്ചോ? നിനക്ക് എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടോ? ഹോംവർക്ക് ചെയ്യാൻ എന്തെങ്കിലും സഹായം വേണോ? നീ എന്ത് ചെയ്യുകയാണ്? നീ വരയ്ക്കുകയാണോ? അതിന്റെ പേരെന്താണ്? അതൊരു മോട്ടോർ ബൈക്ക് ആണോ? അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നീ അതിന് എന്ത് നിറമാണ് കൊടുക്കാൻ പോകുന്നത്? ഉപയോഗിച്ചു കഴിയുമ്പോൾ നിന്റെ സാധനങ്ങൾ യഥാസ്ഥാനത്ത് എടുത്തു വെക്കൂ. വസ്ത്രങ്ങൾ വൃത്തിയായി മടക്കി അലമാരിയിൽ വെക്കൂ. എന്റെ കത്രിക നീ എവിടെ വെച്ചു? നീ എന്താ ഇന്ന് വൈകിയത്? വൈകുമെന്ന് നിനക്ക് ഞങ്ങൾ അറിയിക്കാമായിരുന്നു. നീ എന്താ ഭക്ഷണം തീർത്ത് കഴിക്കാതിരുന്നത്? ഭക്ഷണം പാഴാക്കരുത്. തർക്കുത്തരം പറയരുത്. നീ എപ്പോഴാണ് ഹോംവർക്ക് ചെയ്യാൻ പോകുന്നത്? അവസാന നിമിഷത്തേക്ക് അത് മാറ്റി വെക്കല്ലേ. അത് മതിയോ അതോ കുറച്ചുകൂടെ വേണോ? നിന്റെ ഷൂസ് എവിടെ? നിന്റെ മറ്റേ ഷൂ എവിടെ? നീ എന്താ സോക്സ് ഇടാത്തത്? നീ എന്തെങ്കിലും മറന്നോ? ഹാങ്കർചീഫിലേക്ക് മൂക്ക് ചീറ്റു. വായില് ഭക്ഷണം ഉള്ളപ്പോ സംസാരിക്കരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നെങ്കിൽ അതെന്നെ അറിയിക്കൂ. കുറെ സമയം ഇരുന്ന് ആലോചിച്ചിട്ടാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിൽ സങ്കല്പിച്ചെടുക്കുന്നതും ഈ സെന്റൻസസ് ഒക്കെ ഉണ്ടാക്കുന്നതും. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെങ്കിൽ അത് എന്നെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. അപ്പൊ താമസിയാതെ ഇതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ